സേഫ്റ്റി സെന്ററിൽ അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് ഗിയർ അല്ല, പകരം നമ്മുടെ ലഗേജസ് ബൈക്കിൽ സേഫായിട്ടും സെക്യൂർ ആയിട്ടും കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ലഗേജ് സിസ്റ്റമാണ്. ഇപ്പോൾ നമ്മുടെ അടുത്ത് നിന്നുള്ളത് റൈനോക്സിൻ്റെ ഏറ്റവും പുതിയ ഒപ്റ്റിമസ് 3 എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് ടാങ്ക് ബാഗാണ്. ടാങ്ക് ബാഗ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഈസി ആക്സസബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പം നമ്മുടെ ക്യാമറ ഗിയേഴ്സ് ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ് ആയിക്കോട്ടെ, അതുപോലെ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യേണ്ട ഒരുപാട് ലഗേജസ് ആണ് നമ്മൾ കൂടുതലും ടാങ്ക് ബാഗുകളിൽ സ്റ്റോർ ചെയ്യാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ടാങ്ക് ബാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടാങ്ക് ബാഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മാഗ്നറ്റിക് ടാങ്ക് ബാഗ് ആണെന്നുള്ളതാണ്. അതായത് മെറ്റാലിക് ടാങ്ക് വരുന്ന വാഹനങ്ങളിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് മാഗ്നറ്റ് ഉപയോഗിച്ച് മൗണ്ട് ചെയ്യാനും അൺമൗണ്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. അല്ലാത്ത കൺവെൻഷണൽ വേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ടാങ്കിൻ്റെ മുകളിൽ ഒരു കണക്റ്റിംഗ് ഹാർനസ് ഫിറ്റ് ചെയ്യണം. അതിന് മുകളിലായിരിക്കും നമ്മൾ ഈ ബാഗിൽ കണക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിന് അങ്ങനെയൊന്നും ആവശ്യമില്ല. ഇതിനകത്ത് നമുക്ക് 5 പവർഫുൾ മാഗ്നറ്റ്സ് വരുന്നുണ്ട്. ഈ മാഗ്നറ്റ്സ് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മുടെ ബൈക്കിൻ്റെ ടാങ്കിലേക്ക് ഇതിനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ പറയുന്ന മാഗ്നറ്റിക് ടാങ്ക് ബാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടാങ്ക് ബാഗിൻ്റെ കപ്പാസിറ്റി വരുന്നത് ഏകദേശം 21 ലിറ്റേഴ്സ് ആണ്. അത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ആ ഒരു 21 ലിറ്റേഴ്സ് കിട്ടുന്നത്. ബൈ സ്റ്റോക്ക് നമുക്ക് 18 ലിറ്റേഴ്സ് ആണ്. ഈ ഒരു സിബ് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ 18 ലിറ്റേഴ്സിൽ നിന്നും ഏകദേശം 21 ലിറ്റേഴ്സിലേക്ക് ഇത് നമുക്കിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തുണി പോലെയുള്ള കാര്യങ്ങൾ, നമ്മുടെ ഡ്രസ്സ് പോലെയുള്ള കാര്യങ്ങളും നമുക്കിതിൽ ഈസി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അതല്ലാണ്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് 2 ഡെഡിക്കേറ്റഡ് സൈഡ് പോക്കറ്റ്സ് വരുന്നുണ്ട്. ഈ സൈഡ് പോക്കറ്റ്സിൽ ഒന്ന് ഒരു ഡെഡിക്കേറ്റഡ് റെയിൻകോട്ട് കവർ പോക്കറ്റാണ്. ഇതിനോടൊപ്പം നമുക്കൊരു റെയിൻകോട്ടും വരുന്നുണ്ട്. അപ്പം മഴയുള്ള സമയത്തും മഞ്ഞുള്ള സമയത്തും ഒക്കെ തന്നെയും ഈ ഒരു ടാങ്ക് ബാഗിനെ നമുക്ക് വാട്ടർ പ്രൂഫായിട്ട് മാറ്റാനും സാധിക്കും ഈ ഒരു കൂടെ വരുന്ന റെയിൻ കവർ യൂസ് ചെയ്തിട്ട്. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് ഈ കാണുന്ന സൈഡ് പോക്കറ്റിൽ വെക്കാനും സാധിക്കുന്നതാണ്. അതേപോലെ ഒരു പോക്കറ്റ് നമുക്ക് ഈ ഒരു പോർഷനിലും വരുന്നുണ്ട്. അതേപോലെ മുകളിലായിട്ട് നമുക്കൊരു ക്വിക്ക് ആക്സസ് പോക്കറ്റ് വരുന്നുണ്ട്. സോ ഇതിൽ നമുക്ക് വാഹനത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വെക്കാൻ സാധിക്കുന്നതാണ്. ചെറിയൊരു ഉറയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് നമ്മുടെ പവർ ബാങ്ക് പോലെയുള്ള കാര്യങ്ങളോ അല്ലെ കേബിൾസോ ഒക്കെ തന്നെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാനും സാധിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും ടോപ്പിൽ ഒരു ട്രാൻസ്പെറൻറ്റ് കവർ വരുന്നുണ്ട്. ഇതിനുള്ളിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ, ഒരു 6 ഇഞ്ച് വരെ വലിപ്പമുള്ള ടച്ച് സ്ക്രീൻ മൊബൈൽ സ്മാർട്ട് ഫോൺസ് ഇതിനുള്ളിൽ വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഇതിന് 2 ഗുണമുണ്ട്. ഒന്ന്, നമുക്ക് നാവിഗേഷൻ കാണാൻ സാധിക്കും. മഴയൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ടാങ്കിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ നമുക്ക് മൊബൈലിൻ്റെ സ്ക്രീൻ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. മാത്രമല്ല ഇത് ടച്ച് കോമ്പാക്റ്റബിൾ കൂടിയാണ്. നമുക്ക് മൊബൈലിനകത്ത് വെച്ചിട്ട് അതിൻ്റെ ടച്ച് സ്ക്രീനും യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന തരത്തിലാണ് ഈ ഒരു കവർ വന്നിരിക്കുന്നത്. ഇതും നല്ലൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഉള്ളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു 18 ലിറ്റർ ലാർജ് സ്റ്റോറേജ് സ്പേസ് ആണ് കാണാൻ സാധിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇതിനുള്ളിൽ വരുന്നുണ്ട്. പോരാത്തതിന് കംപ്രഷൻ സ്ട്രാപ്സും അകത്ത് കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ഡ്രസ്സൊക്കെ വെച്ചിട്ട് ഈ ഒരു കംപ്രഷൻ സ്ട്രാപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ലഗേജ് ഏരിയ വീണ്ടും യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതൊക്കെയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ 2 കമ്പാർട്ട്മെൻറ്റ്സ് കാണാൻ സാധിക്കും. നമുക്ക് പെട്ടെന്ന് എടുക്കാനുള്ള സാധനങ്ങളൊക്കെ തന്നെയും ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. മെഷ് ടൈപ്പാണ് ഇത് വന്നിരിക്കുന്നത്. ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഉള്ളിലുള്ളതെന്ന് നമുക്ക് ഈസി ആയിട്ട് കാണാനും സാധിക്കുന്ന തരത്തിലാണ് വന്നിരിക്കുന്നത്. അകത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു മൗണ്ടിങ് സ്ട്രാപ്പും കിട്ടുന്നുണ്ട്. മെറ്റാലിക് ആണെങ്കിൽ കൂടി നമുക്കൊരു എക്സ്ട്രാ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് വാഹനത്തിൽ മൗണ്ട് ചെയ്യാനുള്ള സ്ട്രാപ്പും നമുക്ക് ഈ ഒരു ബാഗിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളത് അഡീഷണൽ ആയിട്ട് വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഒരു പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ക്യാരിയിങ് ഹാൻഡിൽസ് വരുന്നുണ്ട്. സോ ഇതിനെ ഇങ്ങനെ നമുക്ക് കയ്യിൽ തന്നെ ക്യാരി ചെയ്തുകൊണ്ട് നടക്കാൻ സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇത് എവിടെയെങ്കിലും തൂക്കിയിടണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മാഗ്നറ്റ്സ് കാണാൻ സാധിക്കും. സോ ഇതാണ് ഇതിൻ്റെ മാഗ്നറ്റ്സ്. ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെയും 2 എണ്ണം ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഒരു മാഗ്നറ്റും വരുന്നുണ്ട്. സോ ഇൻ ടോട്ടൽ 5 മാഗ്നറ്റ്സ് ആണ് ഇതിൽ വരുന്നത്. അതേപോലെ ഈ ഒരു പോർഷൻ ഒരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മുടെ ടാങ്കുമായിട്ട് കോൺടാക്റ്റ് വരുന്ന പോർഷനാണ്. അതുകൊണ്ട് തന്നെ ടാങ്കിലും അല്ലെങ്കിൽ ഈ ബാഗിലും സ്ക്രാച്ച് ഇരിക്കാനായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇവിടെ റൈനോക്സ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ടാങ്കിനും ബാഗിനും ഇടയ്ക്ക് പൊടിയോ ചെളിയോ എല്ലാം ഉണ്ടെങ്കിൽ അത് വെച്ച് റബ്ബ് ചെയ്തിട്ട് നമ്മുടെ ടാങ്കിനോ ഇതിനോ ഒരു ഡാമേജസ് ഉണ്ടാവാത്തുള്ള രീതിക്കാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ടാങ്ക് ബാഗിനെ നമുക്ക് ഒരു ബാക്ക് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ വാഹനം എവിടെയെങ്കിലും വെച്ചു ഈ ഒരു ടാങ്ക് ബാഗ് റിമൂവ് ചെയ്ത് നമ്മുടെ കൂടെ ക്യാരി ചെയ്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇതിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ബാക്ക് പാക്ക് സ്ട്രാപ്പ് യൂസ് ചെയ്തിട്ട് അങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇത് സിമ്പിളി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതാ ഈ താഴെ കാണുന്ന ഡി റിങ്സ് അല്ലെങ്കിൽ ഡി ഹുക്സിൽ ഇങ്ങനെ മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ബാക്ക് പാക്ക് നമ്മൾ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതേ ഈസി ആ ഒരു സിംപ്ലിസിറ്റിയോടെ തന്നെ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ സാധിക്കും.
1680 പോളിസ്റ്റർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബാഗ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ആക്സിഡൻറ്റിൽ പെട്ടാലോ അല്ലെങ്കിൽ ബാഗ് താഴെ വീണാലോ ഒക്കെ തന്നെ ഇത് അബറാഷൻ റെസിസ്റ്റൻസും അതേപോലെ തന്നെ ഉള്ളിലുള്ള കാര്യങ്ങൾക്ക് അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതും ഡ്യൂറബിളുമായിട്ടുള്ള ഒരു ബാഗാണ്. മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന സിപ്പേഴ്സ് എല്ലാം തന്നെ YKKയുടെ ഹൈ ക്വാളിറ്റി സിപ്പേഴ്സ് ആണ്. ഇനി റിഫ്ലക്റ്റീവ് ഏരിയാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജെനുവിൻ 3Mൻ്റെ റിഫ്ലക്റ്റീവ് സ്ട്രൈപ്സ് ഒക്കെ തന്നെ ഇവിടെ ഇത് റിഫ്ലക്റ്റീവ് ആണ്. അതുപോലെ ഈ സൈഡിൽ കാണുന്ന ഇത് റിഫ്ലക്റ്റീവ് ആണ്. ഇതൊക്കെ തന്നെ നമുക്ക് രാത്രി കാലങ്ങളിൽ ഇത് ഉപയോഗിക്കുന്ന സമയത്തേക്ക് നല്ല ഒരു വിസിബിലിറ്റി തരുന്ന രീതിക്കുള്ള കമ്പോണൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്കൊരു നെറ്റ് സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. നമ്മുടെ ഗ്ലൗസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. അങ്ങനെ ഓവറോൾ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു 3900 രൂപയ്ക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടാങ്ക് ബാഗ് ആയിട്ടാണ് എനിക്ക് ഈ ഒരു റൈനോക്സിൻ്റെ ഏറ്റവും പുതിയ ഒപ്റ്റിമസ് 3 ടാങ്ക് ബാഗിനെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാരെങ്കിലും ഇതുവരെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത് നമ്മുടെ റിയൽ വേൾഡ് യൂസിന് നമുക്ക് കൺവീനിയൻ്റ് ആണോ, അല്ലെങ്കിൽ ഇത്രയും വില കൊടുത്ത് വാങ്ങിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുമോ, ഇതിനെന്തെങ്കിലും ഡ്രോബാക്ക് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ ഒരു റിവ്യൂ യൂണിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളിത് ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള ഒരു ഫീഡ്ബാക്കും കൂടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഇത്രയേ ഉള്ളൂ. ഒരു ഓവർവ്യൂ ആണ് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി. ആരെങ്കിലും ഇത് വാങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഒരു സേഫ്റ്റി സൺഡേ എപ്പിസോഡിൽ ഈ ഒരു ടാങ്ക് ബാഗ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് വീഡിയോ പറ്റി തോന്നുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു സേഫ്റ്റി കെയറുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ നിജിൻ സൈനിങ് ഔട്ട്.